السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شاهد منكم الشهر فليصم ومن كان مريضا على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: സമസ്ത മനുഷ്യർക്കും സന്മാർഗദായകവും മാർഗദർശനത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും സ്പഷ്ടമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നതുമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമളാനാണ്. അതുകൊണ്ട് നിങ്ങളിലാരെങ്കിലും ഈ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ അയാൾ അതിൽ ആ മാസത്തിൽ വ്രതമനുഷ്ഠിക്കട്ടെ. എന്നാൽ നിങ്ങളിലാരെങ്കിലും താൽക്കാലികമായി രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്യുന്ന പക്ഷം ആ എണ്ണം മറ്റ് ദിവസങ്ങളിൽ പൂർത്തിയാക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. ഇതാകട്ടെ, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിനും അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുന്നതിനും നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നതിനും വേണ്ടിയാകുന്നു. വിശുദ്ധ ഖുർആന്റെ പ്രാധാന്യം, അതിന്റെ സ്ഥാനം, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണം, ഏതെല്ലാം ആളുകൾക്കാണ് ഇത് ജീവിതം നൽകുന്നത്, മനുഷ്യ ജീവിതത്തിൽ ഇതിന്റെ സ്വാധീനം എന്തെല്ലാമാണ്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, അതിന്റെ വിശദീകരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നാം ഈ മഹത്തായ ശരീഅത്ത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് തങ്ങളുടെ ആത്മീയവും മതപരവും ധാർമ്മികവുമായ പുരോഗതിക്കുള്ള മാർഗങ്ങൾ
ഒരുക്കുന്നതോടൊപ്പം ഭൗതിക പുരോഗതിക്കുള്ള മാർഗവും ഒരുക്കാൻ സാധിക്കുന്നതാണ്. जिसकी मैंने तलाव ഞാൻ ഓതിയ ആയത്തിൽ रमजान റമളാനുമായി ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് कुरान വിശുദ്ധ ഖുർആന്റെ ബർക്കത്തുകൾ റമളാനുമായി ताल्लुक कायम फरमाया ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നു. और रमजान के ताल्लुक को റമളാനുമായുള്ള ബന്ധത്തെ कुरान के साथ ഖുർആനുമായി कायम करके ബന്ധിപ്പിച്ച് रमजान റമളാന്റെ की अहमियत പ്രാധാന്യം मजीद उजागर की गई। കൂടുതൽ പ്രകടമാക്കുകയും ചെയ്യുന്നു. ഷഹ്റു റമളാനല്ലദീ मुंजिला फी ഉൻസില ഫീഹിൽ ഖുർആൻ कहकर बताया എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, शरई और कामिल किताब का ताल्लुक ഈ അവസാനവും സമ്പൂർണമായ ശരീ ഗ്രന്ഥത്തിന് റമളാനുമായി ബന്ധമുണ്ട്. ആരാണോ में तरक्की തന്റെ ഈമാനിൽ പുരോഗതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ അവസാനവും സമ്പൂർണമായ ശരീഅത്തിനെ ലോകത്ത് പ്രചരിപ്പിക്കാനും दुनिया में फैलाए और दुनिया जान ले ലോകം ഇതിനെ അറിയണമെന്നും ആഗ്രഹിക്കുന്നത്, ആരാണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് जमाने में ले जाने की कोशिश തങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, जो शख्स चाहता है ആരാണോ कि अल्लाह ताला അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത്, फइन्नी करीब ആരാണോ ഫൈന്നി ഖരീബ് എന്ന ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, तो फिर അവർ रमजान റമളാന്റെയും ഖുർആന്റെയും കടമകൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. അവ തമ്മിലുള്ള ബന്ധത്തെ അറിയേണ്ടിയിരിക്കുന്നു. इस महीने ने ये फासले പൊതുദിനങ്ങളിലും മാസങ്ങളിലും വളരെ അകലെയായി തോന്നുന്ന ഇവയുടെ ദൂരം റമളാൻ മാസത്തിൽ വളരെ ചുരുക്കപ്പെടുന്നു. मोमिन അതുകൊണ്ട് ഒരു മൂമിൻ इस महीने से എത്ര കണ്ട് ഈ മാസത്തിൽ ഫലമെടുക്കാൻ കഴിയുമോ पाने की कोशिश करें। ഫലമെടുക്കേണ്ടതാണ്, അനുഗ്രഹം കരസ്ഥമാക്കേണ്ടതാണ്. मुफस्सिरीन ने മുഫസ്സരീങ്ങൾ लिखा है कि रमजान എഴുതിയിട്ടുണ്ട്, के रोजों की റമളാനിലെ നോമ്പിനെ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിയത്, ഈ ഖുർആനുമായി ബന്ധപ്പെടുത്തിയത്, हिस्से के बारे में आयत के അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ ഈ ഭാഗത്തെ സംബന്ധിച്ച് മുഫസ്സരീങ്ങൾ പറയുന്നു, അള്ളാഹു പ്രത്യേക കൽപ്പന ഇത് സംബന്ധമായി ഇറക്കിയിട്ടുണ്ട് എന്ന്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. यही एक फिक्र है ഈ ഒരു വചനത്തിൽ തന്നെ റമളാന്റെ മഹത്വം പ്രകടമാകുന്നു. और फिर ये भी फरमाया कि सद പറയുന്നു, ഈ മഹത്വം കാരണം अजर भी, നോമ്പിന്റെ പ്രതിഫലവും വളരെ മഹത്തരമായതാണ്. लेकिन उनके लिए ആർക്ക് വേണ്ടി? जो इन रोजों और कुरान ഈ നോമ്പിനെയും അതേപോലെ തന്നെ ഖുർആന്റെയും ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവർ, അതിന്റെ കടമ നിറവേറ്റാൻ ശ്രമിക്കുന്നവർ. അതിന്റെ കടമ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനെ, നോമ്പിനോടൊപ്പം വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുക, അതിൽ ചിന്തിക്കുക, അതിന്റെ തഫ്സീറുകൾ വായിക്കുക. क्योंकि കാരണം तक मेरा इल्म है ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മളിൽ വലിയൊരു വിഭാഗം जो रमजान റമളാനിൽ പോലും വിശുദ്ധ ഖുർആനോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അത് പാരായണം ചെയ്യുന്നില്ല. तवज्जो से पढ़ना चाहिए उस तरह नहीं पढ़ते। ഏതൊരു ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ ചെയ്യുന്നില്ല. बहरहाल इस तरफ तवज्जो देने പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സില്ല മനസ്സോടെയാണ് അല്പം പാരായണം ചെയ്യുന്നത്. ഏതായിരുന്നാലും ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിന്റെ ഒരു അർത്ഥം ഈ മാസത്തിലാണ് ഖുർആൻ ഇറക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നത് ഇതാണ്. ജിബ്രീൽ റമളാൻ മാസത്തിൽ नाज़िल शुदा റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയോടൊപ്പം അതേവരെ ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ ഒരു പ്രാവശ്യം ആവർത്തിച്ചോതുമായിരുന്നു. किया गया। റസൂൽ തിരുമേനി വഫാത്തിന്റെ വർഷം 2 പ്രാവശ്യം ഇത് ആവർത്തിച്ച് ഓതുകയുണ്ടായി. बस അതുകൊണ്ട് सल्लल्लाहु अलैहि റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മാതൃകയും और अल्लाह ताला के खास അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന ആ ഇംഗിതവും आपका ये तरीक हमें तवज्जो दिला അതേപോലെ തന്നെ റസൂൽ തിരുമേനി ആ രീതിയും നമ്മളോട് പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും റമളാൻ മാസത്തിൽ നമ്മൾ പൂർത്തിയാക്കി ഓതാൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹു താലായുടെ ഈ നിർദ്ദേശത്തെ പ്രാവർത്തികമാക്കാൻ സാധിക്കുക. के हुदन लिन्नास ഹുദൻ ലിന്നാസ് എന്നുള്ള നിർദ്ദേശത്തെ और करेंगे
നമ്മൾ മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതെങ്ങനെയാണ് മനുഷ്യന് ഹിദായത്ത് ലഭിക്കുന്നത്. जो इससे हिदायत लेना चाहते हैं, ഇതിൽ നിന്നും ഹിദായത്ത് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇത് വഴികാട്ടുന്നത്. पढ़े और समझे बगैर ഇത് വായിക്കാതെ മനസ്സിലാക്കാതെ വഴി ലഭിക്കുന്നത് എങ്ങനെയാണ്? बस इसका पढ़ना അതിനാൽ ഇതിനെ പഠിക്കുക, समझना അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. अल्लाह फरमाता है, കാരണം അള്ളാഹു പറയുന്നു ये भी फरमाया अल्लाह ताला ने അള്ളാഹു പറയുന്നു ഈ ഹിദായത്ത് दलाइल के साथ है, सिर्फ यही तुम्हें തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇത് വായിക്കുക എന്നല്ല. दलील दी गई है. ഓരോ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. क्योंकि दलाइल കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ दिल की गहराई से हो सकती ഹൃദയത്തിൽ ആണ്ടിറങ്ങുന്നതാണ്. उस हिदायत की रूह को ഹിദായത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. फिर ये कि बय्यनात ഇതിൽ ബയ്യിനാത്ത് ഉണ്ട്, हिदायत है വ്യക്തമായ തെളിവുകളുണ്ട്. को ഹിദായത്തിനെ तक पहुंचाने മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും को മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഈ തെളിവുകൾ പര്യാപ്തമാണ്. तबलीग का അങ്ങനെ വിശുദ്ധ ഖുർആൻ മുഖേന തബ്ലീഗ് എന്ന ജിഹാദ് ചെയ്യാൻ കൽപ്പന ഉള്ളത് അതും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഫുർഖാൻ ഉണ്ട് എന്നും വിളംബരപ്പെടുത്തുന്നു. ऐसे ठोस വ്യക്തമായ തെളിവുകൾ ഇതിലുണ്ട്. जो हक और बातिल में फर्क कर देते हैं, അത് സത്യാസത്യ വിവേചനമാണ്. दूसरों से मुख्तलिफ नजर आता है. जो भी कुरान करीम की तालीम ഇതിൽ പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തമായി കാണുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തമായി കാണപ്പെടുന്നതാണ്. അവരുടെ പ്രവർത്തനവും ആത്മീയവും വിശ്വാസപരവുമായ അവസ്ഥകൾ മറ്റുള്ളവരെക്കാളും ഉന്നത നിലവാരം പുലർത്തുന്നതായിരിക്കും. और कुरान के मुकाबले पर വിശുദ്ധ ഖുർആനെ കുറിച്ച് जो हम बात करते हैं, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ जब कुरान के दलील से വിശുദ്ധ ഖുർആനെ നേരിടാനായി तो कुरान के मुकाबले पर മറ്റൊരു ഗ്രന്ഥവും മതവും തന്നെ कोई दीन खड़ा हो ही नहीं सकता, ഉണ്ടാകില്ല. क्योंकि इसमें ऐसी കാരണം ഇതിലുള്ള അധ്യാപനങ്ങൾ, ऐसे तारीखी ഇതിലുള്ള പവിത്ര സാക്ഷ്യങ്ങൾ दूसरे दीनों के मुकाबले पर മറ്റു ദീനിനെതിരിൽ ऐसे दलाइल हैं പകൽ വെളിച്ചം പോലെ जो रोजे रोशन की तरह തെളിഞ്ഞു കാണാവുന്നതാണ്. इस किताब के ഈ शुरू से आखिर तक ഗ്രന്ഥത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ उन्होंने അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും अपनी असली हालत में महफूज रहने का അത് തന്റെ അസൽ അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനും സാക്ഷിയാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ ശരിയായ രൂപത്തിൽ നിലനിൽക്കുന്നു എന്നത് അത് പ്രഖ്യാപിക്കുന്നു. അള്ളാഹു പറയുന്നു, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ഒരു കഠിന പ്രയത്നം ചെയ്യുന്നു നിങ്ങൾ. इरफान के അതോടൊപ്പം ഈ ഇൽമിന്റെയും ജ്ഞാനത്തിന്റെയും ഖജനാവിനെ പഠിക്കാനും നിങ്ങൾ ശ്രമിക്കണം. तालीमात को അതിലെ അധ്യാപനങ്ങളെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കണം. ഇതിന്റെ കൽപ്പനകളെ കുറിച്ച് ചിന്തിക്കുക, ജീവിതത്തിൽ പകർത്തുക. इसके भूले हुए हिस्से അതിലെ മറന്നുപോയ महीने में കൽപ്പനകളെ हर बार दोहराकर ഈ മാസത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്ത് ഓർമ്മ പുതുക്കുക. അതിലെ അധ്യാപനങ്ങൾ അയവിറക്കിക്കൊണ്ട് ഈ മാസത്തിൽ ഒരു ആത്മപരിശോധന നടത്തി എത്രമാത്രം നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നോക്കുക. ഇതാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. क्योंकि കാരണം हैं जो दुनिया वाक पर ഇതാണ് ഇരുലോകവും ശരിയാക്കുന്ന കാര്യങ്ങൾ. ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഹുദല്ലിന്നാസി വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ फरमाते हैं എന്നതിനെ കുറിച്ച് പറയുന്നു. यानी कुरान ഖുർആനിൽ 3 ഗുണങ്ങളാണുള്ളത്. ये ഒന്ന്, कि जो उलूम ജനങ്ങൾക്ക് അറിയാത്ത മതവിജ്ഞാനത്തിലേക്ക് तरफ हिदायत, അത് വഴികാട്ടുന്നു. दूसरे 2, जिन उलूम ഏതെല്ലാം में വിജ്ഞാന ശാഖകളിൽ ആദ്യം ഭാഗികമായ പ്രകാശം വീശിയിട്ടുണ്ടോ അതിന്റെ വിശദീകരണം ഖുർആൻ നൽകുന്നു. മൂന്നാമത്തെ കാര്യം, ഏതെല്ലാം കാര്യങ്ങളിൽ इख्तिलाफ ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും നിലവിലുണ്ടോ फैसल बयान कर അവയെ സംബന്ധിച്ചുള്ള തീരുമാനം കൽപ്പിച്ച് സത്യത്തെയും അസത്യത്തെയും വ്യതിരിക്തമാക്കി കാണിക്കുന്നു. बस ये एक ऐसा ചുരുക്കത്തിൽ ഇത് സമ്പൂർണമായ ഗ്രന്ഥമാണ്.
मुकम्मल किताब പരിപൂർണ ഗ്രന്ഥമാണ്. ഇതിന് തുല്യമായ മറ്റൊന്നുമില്ല. जिसमें हर चीज मुकम्मल എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും വിവരിച്ചിട്ടുണ്ട്. മുൻ ഗ്രന്ഥങ്ങളിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുൻ ഗ്രന്ഥങ്ങളിൽ എല്ലാ കുറവുകളും നികത്തി ताला का അള്ളാഹു തആല നമ്മളോട് ചെയ്തിരിക്കുന്ന വലിയൊരു അനുഗ്രഹം. ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ ജനിപ്പിച്ചു, സൃഷ്ടിച്ചു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാനുള്ള സൗഭാഗ്യം നൽകി. और ये तौफीक देकर ഇങ്ങനെ ഒരു സൗഭാഗ്യം നൽകിക്കൊണ്ട് അദ്ദേഹം മുഖേന വിശുദ്ധ ഖുർആന്റെ ജ്ഞാനം കരസ്ഥമാക്കാനും പ്രാധാന്യം കരസ്ഥമാക്കാനുമുള്ള അവസരം ഒരുക്കി തരികയും ചെയ്തു. कुरान करीम के उलूम व मारिफत വിശുദ്ധ ഖുർആന്റെ ജ്ഞാനത്തിന്റെ ഖജനാവ് നമ്മുടെ മുമ്പാകെ അദ്ദേഹം തുറന്നു വച്ചു. इसका सही इदराक അതിന്റെ ശരിയായ അറിവ് तो पढ़ने से അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. बहरहाल इस वक्त ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ളത് നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. कुरान करीम വിശുദ്ധ ഖുർആന്റെ സ്ഥാനവും പദവിയും ഇതും മുഖേന മനസ്സിലാകുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാകുന്നതാണ്. ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ताकि हम इन बातों ഖുർആൻ को कुरान करीम के पढ़ने പഠിക്കുകയും പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധ ഉണ്ടാകണം. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിന്റെ ഒരു ഭാഗത്തിന്റെ വ്യാഖ്യാനം ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ ഞാൻ കേൾപ്പിക്കാം. പറയുന്നു, आप फरमाते हैं ആ മഹാത്മാ പറയുന്നു, ഖാത്തമുൻ നബിയീൻ എന്ന വാക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ जाए खुद चाहता അത് ആവശ്യപ്പെടുന്നതും ഈ വാക്കിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട കാര്യവും ഇതാണ്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ട ഗ്രന്ഥം അതും ഖാത്തമുൽ കുത്തുബ് ആയിരിക്കണം. എല്ലാ ശ്രേഷ്ഠതകളും അതിൽ और हकीकत में ഉൾക്കൊള്ളിക്കണം. मौजूद है। അതിൽ എല്ലാ ശ്രേഷ്ഠതകളും ഉൾക്കൊണ്ടിട്ടുള്ളതുമാണ്. कलाम इलाही के नज़ूल का കാരണം ദൈവവചനം ഇറങ്ങുന്നതിനുള്ള പൊതു നിയമം എന്നത് ഏത് രീതിയിലുള്ള കൂവത്തെ കുദ്സിയെയും ആന്തരിക വിശുദ്ധിയും कदर कुव्वत कुर्सी और शौकत ഈ വചനം ഇറക്കപ്പെടുന്ന വ്യക്തിയിൽ ഔന്നിത്യം ഉള്ളതാണോ അതേ രീതിയിൽ അദ്ദേഹത്തിൽ ഇറക്കപ്പെടുന്ന വചനങ്ങളിലും ശക്തിയും മഹത്വവും ഉണ്ടായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുവ്വത്തെ ഖുദ്സിയെയും ആന്തരിക വിശുദ്ധിയും ഏറ്റവും ഔന്നിത്യം പുലർത്തിയതായിരുന്നു. അതിനേക്കാളും ഉന്നതമായ ഔന്നിത്യം ഏതെങ്കിലും മനുഷ്യരിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുമ്പുള്ള എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. മറ്റൊരു ഗ്രന്ഥവും ഈ സ്ഥാനത്തോളം എത്തുകയില്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവുകളും ഖുവ്വത്തെ ഖുദ്സിയെയും ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു. എല്ലാവിധ ഔന്നിത്യവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിയിരുന്നു. ഈ അവസ്ഥയിൽ വിശുദ്ധ ഖുർആൻ തിരുനബിയിൽ അവതരിച്ചു. അതും പൂർണ്ണതയിൽ എത്തിയിരുന്നു. നുബുവത്തിന്റെ ശ്രേഷ്ഠതകൾ അദ്ദേഹത്തിൽ അവസാനിച്ചതുപോലെ ദൈവവചനങ്ങളുടെ അത്ഭുതവും അതിന്റെ ശ്രേഷ്ഠതകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥം ഖാത്തമുൽ കുത്തുബ് ആവുകയും ചെയ്തു. ഒരു ദൈവിക ഗ്രന്ഥത്തിനും ഏതെല്ലാം ഔന്നിത്യവും അത്ഭുതവും ഉൾക്കൊള്ളാൻ കഴിയുമോ ഈ എല്ലാ നിലയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രന്ഥം ഏറ്റവും ഉന്നത നിലവാരത്തിലാണ് എത്തിയിട്ടുള്ളത്. അത് സാഹിത്യ സമ്പുഷ്ടതയിലായാലും അതിലെ വിഷയങ്ങളുടെ ഘടനയായാലും ക്രമമായാലും അതിലെ അധ്യാപനങ്ങളാണെങ്കിലും അതിലെ അധ്യാപനങ്ങളുടെ നിലവാരമാണെങ്കിലും അതിലെ അധ്യാപനങ്ങളുടെ ഫലമാണെങ്കിലും ചുരുക്കത്തിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും വിശുദ്ധ ഖുർആന്റെ ശ്രേഷ്ഠത പ്രകടമാണ്. और इसके एजाज साबित ഇതിന്റെ അത്ഭുതം വെളിപ്പെടുന്നതാണ്. ഇത് കാരണമാണ് വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള തെളിവ് ആവശ്യപ്പെടാത്തത്. അത് പൊതുവിലുള്ള തെളിവാണ് ആവശ്യപ്പെടുന്നത്. ഏത് വിഷയത്തിലും അതിനെ നേരിടാവുന്നതാണ്. സാഹിത്യ സമ്പുഷ്ടതയിലാണെങ്കിലും അതിലെ ആശയമായാലും ലക്ഷ്യമായാലും ശരി, അതിലെ അധ്യാപനത്തെക്കുറിച്ചായാലും ശരി, പ്രവചനങ്ങളായാലും ശരി, വിശുദ്ധ ഖുർആനുള്ള ഗോപ്യമായ കാര്യങ്ങളെക്കുറിച്ചായാലും ശരി, ചുരുക്കത്തിൽ ഏ രീതിയിൽ നോക്കിയാലും ഇത് മുഅ്ജിസത്താണ്. വിശുദ്ധ ഖുർആന്റെ कुरान करीम की अहमियत പ്രാധാന്യവും फरमाते हुए आप फरमाते हैं വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, फरमाया कि अगर
हमारे ഖുർആൻ നമ്മുടെ പക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ और हदीसों को ഹദീസുകളുടെ ശേഖരണം മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനമായിരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ മുഖം കാണിക്കാൻ കഴിയുമായിരുന്നില്ല. हदीसों पे एतकाद कर ഹദീസുകളിൽ മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്നെങ്കിൽ. लफ्ज में गौर की ഞാൻ ഖുർആൻ എന്ന വാക്കിൽ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് വെളിപ്പെട്ടത് ഈ അനുഗ്രഹീത വാക്കിൽ തന്നെ ഒരു മഹത്തായ പ്രവചനം അടങ്ങിയിരിക്കുന്നു. അത് ഇതാണ്: ഈ ഗ്രന്ഥം ഖുർആൻ തന്നെയാണ് വായിക്കാൻ പറ്റിയ ഗ്രന്ഥം. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കാൻ പറ്റിയ ഗ്രന്ഥം ഇതായിത്തീരുന്നതാണ്. और किताब में भी മറ്റു ഗ്രന്ഥങ്ങളും ഇതോടൊപ്പം വായിക്കപ്പെടുന്നതായിരിക്കും. उस वक्त इस्लाम ആ സമയത്ത് ഇസ്ലാമിന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്നതിന് വ്യാജത്തെ അകറ്റുന്നതിനായി यही एक किताब ഈ ഒരു ഗ്രന്ഥം മാത്രം പാരായണത്തിന് അർഹതയുള്ളതായിത്തീരും. മറ്റു ഗ്രന്ഥങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതായി വരും. ഫുർഖാൻ എന്നതിന്റെയും അർത്ഥം ഇതാണ്: यानी यही एक किताब हक व बातिल में फर्क करने वाली ठहरेगी और कोई हदीस की या कोई और ഈ ഒരു ഗ്രന്ഥമായിരിക്കും സത്യാസത്യ വിവേചനം കാണിക്കുന്നത്. മറ്റൊരു ഹദീസ് ഗ്രന്ഥമോ മറ്റു ഗ്രന്ഥമോ ഇതിനോളം എത്തുകയില്ല. इसलिए अब सब അതുകൊണ്ട് മറ്റെല്ലാ ഗ്രന്ഥങ്ങളും ഉപേക്ഷിക്കുക, രാപ്പകൽ ദൈവിക ഗ്രന്ഥം വായിക്കുക. ഖുർആനിലേക്ക് ശ്രദ്ധിക്കാത്തവൻ വിശ്വാസമില്ലാത്തവനാണ്. മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് അവൻ രാപ്പകൽ കമിഴ്ന്നു വീഴുകയും ചെയ്യുന്നു. നമ്മുടെ ജമാഅത്തിലുള്ളവർ വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുന്നതിലും പഠിക്കുന്നതിലും ഹൃദയാത്മന മുഴുകേണ്ടതാണ്. ഹദീസുകളെ വിച്ഛേദിക്കുന്ന ജോലി ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. करें बड़े तासुफ का मुकाम है। ഹദീസുകൾക്ക് നൽകുന്നത്ര പ്രാധാന്യവും മഹത്വവും ഖുർആനിൽ നൽകുന്നില്ല എന്നത് ദുഃഖകരം തന്നെ. ഇപ്പോൾ ഖുർആനാകുന്ന ആയുധം കയ്യിലെടുക്കുക, तो तुम्हारी फतह അപ്പോഴാണ് നിങ്ങളുടെ വിജയം. ഇതിനെതിരിൽ ഒരു അന്ധകാരവും നിലനിൽക്കുകയില്ല. फिर इस्लाह के ज़राए बयान ഇസ്ലാഹിന്റെ മാർഗം വിവരിച്ചുകൊണ്ടൊരു സ്ഥലത്ത് പറയുന്നു: की तब्दीली और इस्लाह ഇസ്ലാഹും മാറ്റം എങ്ങനെയാണ് ഉണ്ടാവുക? का जवाब वही है മറുപടി ഇതാണ്: कि नमाज നമസ്കാരം മുഖേന. അത് യഥാർത്ഥത്തിൽ ദുആയാണ്. പറയുന്നു, ഒന്നാമത്തത് നമസ്കാരം. പറയുന്നു, कुरान शरीफ पर ഖുർആനെ നിങ്ങൾ ചിന്തിക്കുക, और इसमें सब कुछ है। അതിൽ എല്ലാം തന്നെയുണ്ട്. नेकियों और बदियों की तफसील है। നന്മതീമകളുടെ വിശദീകരണം ഉണ്ട്, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. बस पहली चीज जो है ഒന്നാമത്തെ കാര്യം നമസ്കാരത്തിലേക്ക് ശ്രദ്ധയാണ്. ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ജമാഅത്തെ നമസ്കാരത്തിൽ എല്ലാവർക്കും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന്റെ സംവിധാനം ഒരുക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആന് റമദാനുമായിട്ടുള്ള ബന്ധം ഇത് നമ്മൾ ഈ റമദാനിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുകയും അതിനെ ചിന്തിക്കുകയും അതിന്റെ അധ്യാപനങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഭാവിയിലും അത് പ്രയോജനം ചെയ്യുന്നതാണ്. फरमाया പറയുന്നു, कि नेकियों और बदियों की तफसील നന്മതിന്മകളുടെ വിശദീകരണങ്ങളുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ആക്ഷേപിക്കാൻ ഒരു പഴുതുമില്ലാത്ത മതമാണ് അത് സമർപ്പിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. കാരണം ഇതിലെ അനുഗ്രഹങ്ങളും ഫലങ്ങളും നവനവമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചിയിൽ മതത്തെ പൂർണ്ണമായ രീതിയിൽ വിവരിച്ചിട്ടില്ല. ആ കാലത്തേക്ക് യോജിച്ചതായിരിക്കാം അതിന്റെ അധ്യാപനങ്ങൾ. എന്നാൽ അത് എന്നേക്കും എക്കാലത്തേക്കും വേണ്ടിയുള്ളതല്ല. എല്ലാ രോഗത്തിനുമുള്ള ചികിത്സ അള്ളാഹു വിവരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ മാത്രമാണെന്നത് വിശുദ്ധ ഖുർആനെ മാത്രം ശ്രേഷ്ഠതയാണ്. എല്ലാ ശക്തികളെയും അത് പോഷിപ്പിക്കുന്നുണ്ട്. തിന്മകൾ ഏതെല്ലാമാണെന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള മാർഗവും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുക. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പറയുന്നു, ഒരിക്കൽ ഒരു പാകിസ്ഥാനിലെ ഒരു മന്ത്രി ചൈന സന്ദർശിക്കാൻ പോയി. മഖ്സൂമിന്റെ കാലത്ത് उन्होंने അദ്ദേഹം സാഹിബിനോട് ചോദിച്ചു, താങ്കളുടെ സമൂഹത്തിൽ ഇത്രയും വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കാരണം എന്താണ്? तो मुझसे क्या पूछते അദ്ദേഹം പറഞ്ഞു, എന്നോട് എന്ത് നിങ്ങൾ ചോദിക്കാൻ? നിങ്ങൾ പോയി നിങ്ങളുടെ പ്രവാചകന്റെ ചര്യ നോക്കുക, ഖുർആനെ പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതിലെല്ലാം ലഭിക്കുന്നതാണ്. അന്യർക്കും ബുദ്ധിമാന്മാരായവർക്ക് അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശം അവർക്ക് കാണാൻ സാധിക്കുന്നു. फिर कुरान करीम की तालीमात വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എന്ത് വിപ്ലവമാണ് ഉണ്ടാകുക? ഇത് സംബന്ധമായി അദ്ദേഹം പറയുന്നു, फरमा रहे हैं कि മുജ്സത്തുകളെ സംബന്ധിച്ച് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ മുജ്സത്ത് നമുക്ക് അത് വ്യക്തമായ സാക്ഷ്യമാണ്. അതായത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ വിശുദ്ധ ഖുർആൻ പിൻപറ്റിയതുകൊണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്ത് കൊണ്ടും ഉണ്ടായ അതിമഹത്തായ വിപ്ലവമാണ്. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഏതെല്ലാം സ്വഭാവങ്ങൾ ഉള്ളവരായിരുന്നു എന്ന് നോക്കുക.
किस तरीक और आदत के എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിച്ചതിനും शर्फ सोबत വിശുദ്ധ ഖുർആനെ പിൻപറ്റാൻ തുടങ്ങിയതിനും ശേഷം ഏത് രീതിയിലാണ് അവരിൽ മാറ്റം ഉണ്ടായത് എന്ന് നോക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിലും നടപ്പിലും സംസാരത്തിലും ശൈലിയിലും ജീവിതത്തിലും തങ്ങളുടെ സർവ മണ്ഡലങ്ങളിലും जमी आदात നീചമായ അവസ്ഥയെ കൈവെടിഞ്ഞ് ഏറ്റവും പവിത്രവും പരിശുദ്ധവുമായ മാറ്റം അവരിൽ ഉണ്ടാക്കുകയുണ്ടായി. तो हमें ഇവരുടെ അഴുക്ക് പിടിച്ച പ്രകൃതത്തിന് പുത്തൻ ഉണർവ് നൽകുകയുണ്ടായി. ഒരു പ്രകാശവും വെളിച്ചവും അവർക്ക് നൽകപ്പെടുകയുണ്ടായി. ഇത് കാണുമ്പോൾ ഈ മാറ്റം തീർച്ചയായും മഹാത്ഭുതം തന്നെയാണ്. ഇത് അള്ളാഹുവിന്റെ കരങ്ങൾ ചെയ്ത പ്രത്യേകമായ പ്രവൃത്തിയാണ് എന്ന് അംഗീകരിക്കേണ്ടി വരുന്നു. അതിനുള്ള കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമീപ്യവും വിശുദ്ധ ഖുർആനെ പിൻപറ്റലുമാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. പറയുന്നു, നീതിബോധമുള്ള ഓരോരുത്തരിലും വ്യക്തമാകേണ്ട ഒരു കാര്യം അജ്ഞരും മൃഗതുല്യരും और जावा और नापारस അവിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്ത ജനങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുകയും ഖുർആൻ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ എന്തായി മാറി? അള്ളാഹുവിന്റെ വചനത്തിന്റെ സ്വാധീനവും പ്രവാചക സാമീപ്യവും കുറഞ്ഞ കാലത്തിനുള്ളിൽ അവരുടെ അന്തരംഗം പെട്ടെന്ന് മാറ്റിമറിക്കുകയുണ്ടായി. അങ്ങനെ അവർ അജ്ഞതയ്ക്ക് ശേഷം ദീനി വിജ്ഞാനത്താൽ നിറക്കപ്പെടുകയുണ്ടായി. ഭൗതിക സ്നേഹത്തിന് ശേഷം ദൈവസ്നേഹത്താൽ അവർ മുഴുകുകയുണ്ടായി. അവർ തങ്ങളുടെ നാടും സമ്പത്തും ബന്ധുക്കളും അഭിമാനവും തങ്ങളുടെ ജീവിത സുഖങ്ങളെയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി കൈവെടിഞ്ഞു. ഈ രണ്ടവസ്ഥയും അവരുടെ ആദ്യകാല ജീവിതവും പിന്നീടുള്ള ജീവിതവും, അതായത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള ജീവിതവും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാത്വികനും സന്മനസ്സുമുള്ള ഒരു വ്യക്തി അത് വായിക്കുമ്പോൾ തീർച്ചയായും അനിയന്ത്രിതമായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നതാണ്. ഇവരെ ഒരു ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക് വലിച്ചു കൊണ്ടുപോയത് എന്തായിരുന്നു? അത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, നിഷ്കളങ്കനായ പ്രവാചകന്റെ തന്റെ വിശുദ്ധീകരണ ശക്തിയിൽ അതിശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവനായിരുന്നു. അങ്ങനെയുള്ള സ്വാധീനം മുമ്പുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. രണ്ടാമത്തെ, സർവശക്തനും ഹയ്യും കയ്യൂമുമായ അള്ളാഹുവിന്റെ അതിമഹത്തായതും സ്വാധീന ശക്തിയുമുള്ളതുമായ വചനത്തിന്റെ പ്രഭാവമായിരുന്നു. അത് ഒരു ജനാവലിയെ ആയിരക്കണക്കിന് അന്ധകാരങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ ഈ സ്വാധീനം തീർച്ചയായും അനിതര സാധാരണമായതാണ്. കാരണം ലോകത്ത് ഇതിന് തത്തുല്യമായത് കാണിച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഇങ്ങനെയുള്ള സ്വാധീനം മറ്റേതെങ്കിലും ഗ്രന്ഥം ചെലുത്തി എന്ന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? വിശുദ്ധ ഖുർആൻ വരുത്തി വെച്ചിരിക്കുന്ന ഈ അത്ഭുതം മറ്റേതെങ്കിലും ഗ്രന്ഥം കാണിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് സ്വാത്വികരുടെ അനുഭവമാണിത്. വിശുദ്ധ ഖുർആനെ പിൻപറ്റുന്നതിലൂടെ ദൈവിക ബർക്കത്തുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നു. അള്ളാഹുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം അവർക്കുണ്ടാകുന്നു. അള്ളാഹുവിന്റെ പ്രകാശവും ഇൽഹാം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്നു. ആത്മജ്ഞാനവും അറിവുകളും അവരുടെ നാവുകളിൽ നിന്നും വെളിപ്പെടുന്നു. അവർക്ക് ശക്തമായ തവക്കൽ നൽകപ്പെടുന്നു. ഒരു ദൃഢജ്ഞാനം അവർക്ക് ലഭിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ മാധുര്യം അത് കൂടിക്കാഴ്ചയുടെ മാധുര്യത്തിൽ പരിലിപ്തമായതാണ്. അവരുടെ ഹൃദയത്തിൽ ഇടപെടുന്നു. അവരുടെ അസ്തിത്വത്തെ പ്രയാസങ്ങളുടെ ചക്കിലിട്ട് ആട്ടിയെടുത്താൽ, അവരെ പിഴിഞ്ഞെടുത്താൽ അവരിൽ നിന്നും ലഭിക്കുന്ന രസായനം ദൈവസ്നേഹം അല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല. അവരെ എത്ര തന്നെ നമ്മൾ ഗ്രൈൻഡറിൽ നാം അരച്ചെടുത്താലും അവരെ പിഴുതെടുത്താലും, അവരുടെ പിഴുതെടുക്കാൻ വല്ല ഉപകരണവും ഉണ്ടെങ്കിൽ അവരെ പിഴുതെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള അവരുടെ നമ്മൾ പിഴുതെടുക്കുകയാണെങ്കിൽ അവസാന റിസൾട്ട് വരുന്നത് ദൈവസ്നേഹമാകുന്ന നീരാണ് അവരിൽ നിന്നും ലഭിക്കുന്നത്. പറയുന്നു, ലോകം ഇവരെ തിരിച്ചറിയുന്നില്ല. അവരാണെങ്കിൽ ലോകത്ത് നിന്നും എത്രയോ ഔന്നിത്യത്തിൽ ചരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ പെരുമാറ്റം അവരോട് അത്ഭുതകരമായ രീതിയിലായിരിക്കും. അവരിലാണ് ദൈവം ഉണ്ടെന്ന് തെളിയുന്നത്. ദൈവം ഏകനാണെന്നും അവരിലാണ് തെളിയുന്നത്. ദ്വാ ചെയ്യുമ്പോൾ അവരുടെ ദ്വാ അവൻ കേൾക്കുന്നു. അവർ വിളിക്കുമ്പോൾ അവൻ മറുപടി നൽകുന്നു. സംരക്ഷണം ആവശ്യപ്പെടുമ്പോൾ അവരിലേക്ക് അവൻ ഓടുന്നു. പിതാക്കളെക്കാളും കൂടുതൽ അവൻ അവരെ സ്നേഹിക്കുന്നു. അവരുടെ വീടുകളിലും ചുറ്റുപാടും തന്റെ ബർക്കത്തുകൾ വർഷിക്കുന്നു. അതുകൊണ്ട് അവർ അവന്റെ
ബാഹ്യവും ആന്തരികവും ആത്മീയവുമായ ഭൗതികവുമായ സഹായങ്ങൾ തിരിച്ചറിയപ്പെടുന്നു. എല്ലാ മൈതാനത്തും അവൻ അവരെ സഹായിക്കുന്നു, കാരണം അവർ അവന്റേതും അവൻ അവരുടേതുമാണ്. ഇതെല്ലാം തെളിവില്ലാതെയല്ല. अल्लाह ताला ने कुरान शरीफ में അള്ളാഹു വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നതിലൂടെയാണ് എല്ലാ വിജയവും ഉള്ളത്. മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനെ പരിപൂർണമായും പിൻപറ്റാതെ ഒരു വിധത്തിലുള്ള വിജയം അവർക്ക് ലഭിക്കുകയില്ല. इसी कदर वो तरक्की के मदारज और राहों से दूर जा रहे हैं. വിശുദ്ധ ഖുർആനിൽ നിന്നും അകലുന്നതനുസരിച്ചുകൊണ്ട് തീർച്ചയായും അവർ എല്ലാവിധത്തിലുള്ള വിജയങ്ങളിൽ നിന്നും അവർ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിന് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, മുമ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളതാണ്, एक कदम भी ना उठाओ, मैं तुम्हें അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുക. അള്ളാഹുവിന്റെ ഉപദേശത്തിനും വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശത്തിനുമെതിരെ ഒരു ചുവട് പോലും എടുത്തു വെക്കരുത്. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, വിശുദ്ധ ഖുർആനിലെ 700 കൽപ്പനകളിൽ ഒരു ചെറിയ കൽപ്പനയെ പോലും നിരസിക്കുന്നവൻ തനിക്കായി മോക്ഷത്തിന്റെ വാതിൽ സ്വകാര്യം കൊണ്ട് അടക്കുകയാണ് ചെയ്യുന്നത്. പരമാർത്ഥപരവും പരിപൂർണവുമായ മോക്ഷത്തിന്റെ വാതിൽ വിശുദ്ധ ഖുർആൻ തുറന്നു തന്നിരിക്കുന്നു. മറ്റുള്ളതെല്ലാം അതിന്റെ ഛായയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഗ്രഹിച്ച് പാരായണം ചെയ്യുക. മറ്റൊന്നിനോടും പുലർത്തിയിട്ടില്ലാത്ത വിധം നിങ്ങൾ അതിനെ വളരെയധികം സ്നേഹിക്കുക. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു, അൽ ഖൈറു കുല്ലുഹു ഫിൽ ഖുർആൻ, എല്ലാവിധത്തിലുള്ള നന്മകളും വിശുദ്ധ ഖുർആനിലാണുള്ളത്. സത്യവും ഇത് തന്നെയാണ്. അതിനുമേൽ മറ്റു വസ്തുക്കളെ മുന്തിക്കുന്നവർക്ക് അഹോ കഷ്ടം. നിങ്ങളുടെ സകല വിജയങ്ങളുടെയും മോക്ഷത്തിന്റെയും ഉറവിടം ഖുർആനിലാണുള്ളത്. നിങ്ങളുടെ മതപരമായ ഒരാവശ്യവും വിശുദ്ധ ഖുർആനിൽ കാണാത്തതായിട്ടില്ല. പുനരുത്ഥാന നാളിൽ നിങ്ങളുടെ വിശ്വാസത്തെ സത്യപ്പെടുത്തുകയോ വ്യാജപ്പെടുത്തുകയോ ചെയ്യുന്നത് ഖുർആനാകുന്നു. ഇതാണ് നിങ്ങളോട് പറയുക, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയായിരുന്നു, അത് സത്യപ്പെടുത്തും അല്ലെങ്കിൽ കളവാക്കും. നിങ്ങൾക്ക് നേരിട്ട് സന്മാർഗം നൽകാൻ കഴിവുറ്റ ഗ്രന്ഥം ആകാശത്തിന് കീഴിൽ ഖുർആൻ അല്ലാതെ മറ്റൊന്നില്ല. कुरान तुम्हें हिदायत दे सके. किसी किताब മറ്റൊരു ഗ്രന്ഥവും कोई किताब ऐसी जो तुम्हें हिदायत നിങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നതായിട്ടില്ല. വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായി വരും. कुरान करीम की तालीम വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അതിലുണ്ടായിരിക്കണം. പറയുന്നു, വിശുദ്ധ ഖുർആൻ പോലുള്ള ഗ്രന്ഥം നിങ്ങൾക്ക് ദാനം ചെയ്ത അള്ളാഹു നിങ്ങളോട് ഒരുപാട് ഔദാര്യം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ക്രിസ്ത്യാനികൾക്ക് അവതരിച്ചിരുന്നുവെങ്കിൽ അവർ നശിക്കുമായിരുന്നില്ലെന്നും, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹവും സന്മാർഗവും തൗറാത്തിന് പകരം യഹൂദികൾക്ക് നൽകിയിരുന്നുവെങ്കിൽ അവരിൽ ചില കക്ഷികൾ പരലോക നിഷേധികളാകുമായിരുന്നില്ലെന്നും ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തെ ആദരിക്കുക. ഇത് അങ്ങേയറ്റം പ്രിയങ്കരമായ അനുഗ്രഹമാണ്. ഇത് तमाम दुनिया एक വലിയ സമ്പത്താണ്. ഖുർആൻ വന്നില്ലായിരുന്നുവെങ്കിൽ മുഴു ലോകവും അഴുകിയ മാസപിണ്ഡം പോലെയാകുമായിരുന്നു. അതാണ് ഖുർആൻ. हेज है. फिर इसकी अहमियत बयान फरमाते ഇതിനെതിരെയുള്ള എല്ലാ രക്ഷാമാർഗങ്ങളും നിഷ്ഫലമാണ്. हैं, किताब है ഇതിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പവിത്ര ഗ്രന്ഥമാണ്. അത് ലോകത്ത് വന്നത് വലിയ കുഴപ്പം ഉള്ളപ്പോഴാണ്. बहुत सी अतकाद വിശ്വാസപരവും കർമ്മപരവുമായ തെറ്റുകൾ ഉള്ളപ്പോഴായിരുന്നു. करीबन सबके എല്ലാവരും തന്നെ बदअमालियों और ദുഷ്പ്രവർത്തനത്തിലും തെറ്റായ വിശ്വാസത്തിലും അകപ്പെട്ടിരുന്നു. इसकी तरफ അള്ളാഹു ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി. എല്ലാവരും തന്നെ क्या अहले മതത്തിന്റെ ആളുകളും तमाम लोग क्या अहले किताब മറ്റുള്ളവരും എല്ലാവരും തെറ്റായ വിശ്വാസത്തിൽ मुब्तला അകപ്പെട്ടിരിക്കുകയായിരുന്നു. दुनिया में फसाद अजीम बरपा था. ലോകത്ത് ഭീഷണമായ കുഴപ്പം നടമാടിയിരുന്നു. ताला ने ചുരുക്കത്തിൽ അങ്ങനെയുള്ള കാലത്ത് की तरतीब के लिए അള്ളാഹു തആല എല്ലാ തെറ്റായ വിശ്വാസങ്ങളെയും ഇല്ലാതാക്കുന്നതിനായി വിശുദ്ധ ഖുർആൻ പോലുള്ള സമ്പൂർണ്ണ ഗ്രന്ഥം നമ്മുടെ ഹിദായത്തിനായി ഇറക്കി. അതിൽ എല്ലാ മതങ്ങളുടെയും തെറ്റായ വിശ്വാസങ്ങളെ റദ്ദ് ചെയ്യുന്നുണ്ട്. സൂറ ഫാത്തിഹയിൽ പ്രത്യേകിച്ച് അത് 5 നേരവും നാം നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നതാണ്. അതിൽ എല്ലാ വിശ്വാസങ്ങളുടെയും സൂചന അടങ്ങിയിരിക്കുന്നു. फिर आप फरमाते हैं പറയുന്നു, कि कुरान में जिस कदर खुदावंद कादर मुतलक സർവശക്തനായ അള്ളാഹു तमाम दुनिया के मुकाबले पर മുഴു ലോകത്തിനെയും നേരിടാൻ, എല്ലാ तमाम मुखालिफ എതിരാളികളെയും നേരിടാൻ, तमाम दुश्मनों എല്ലാ ശത്രുക്കളെയും നേരിടാൻ, तमाम എല്ലാ നിഷേധികളെയും നേരിടാൻ, तमाम എല്ലാ സമ്പന്നരെയും നേരിടാൻ, എല്ലാ ശക്തരെയും നേരിടാൻ, എല്ലാ രാജാക്കന്മാരെയും നേരിടാൻ, എല്ലാ വിശ്വകരന്മാരെയും നേരിടാൻ, के मुकाबले पर എല്ലാ തത്വചിന്തകന്മാരെയും നേരിടാൻ, तमाम अहले मज़हब के എല്ലാ മതാനുയായികളെയും നേരിടാൻ, ഒരു വിനീതനും കഴിവില്ലാത്തവനും നിരുപദ്രവകാരിയും അശക്തനും നിരക്ഷരനും അറിവില്ലാത്തവനും
ശിക്ഷണം ലഭിക്കാത്തവനും ആയ വ്യക്തിയെ അള്ളാഹു തന്റെ ശക്തിപ്രഭാവം കൊണ്ട് വിജയത്തിന്റെ വാഗ്ദാനം നൽകുകയുണ്ടായി. വിശ്വാസികളിലും സത്യാന്വേഷികളിലും പെട്ട വല്ലവർക്കും സംശയിക്കാൻ അവസരമുണ്ടോ? അതായത് ഈ സമയങ്ങളിൽ പുലർന്ന പ്രവചനങ്ങൾ ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാണ് എന്ന് പറയുന്നു. തിലാവത്തിന്റെ അദബുകളെ കുറിച്ച് പറയുന്നു. വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ ശ്രദ്ധാപൂർവം ചിന്തിച്ച് വായിക്കണം. ഹദീസിൽ വന്നിട്ടുണ്ട്, റുബ്ബ ഖാരിൻ യൽഅനുഹുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പലരുമുണ്ട്, അവരിൽ വിശുദ്ധ ഖുർആൻ ശാപം ചൊരിയുന്നു. വിശുദ്ധ ഖുർആൻ ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്തവരിൽ ഖുർആൻ ശാപം ചൊരിയുന്നു. തിലാവത്ത് ചെയ്യുമ്പോൾ റഹ്മത്തിന്റെ ആയത്തോതുമ്പോൾ അവിടെ അള്ളാഹുവിനോട് റഹ്മത്ത് തേടുക. ഏതെങ്കിലും സമൂഹത്തിന്റെ ശിക്ഷയെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തേടുക. വളരെ ചിന്തിച്ച് ആലോചിച്ച് പാരായണം നടത്തുക, ഇതനുസരിച്ച് പ്രവർത്തിക്കുക. പറയുന്നു, തിലാവത്തിന്റെ ലക്ഷ്യം എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും? പറയുന്നു, ജനങ്ങൾ ഖുർആൻ ഓതുന്നു, എന്നാൽ തത്തയെ പോലെ ഒന്നും ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് ഓതുന്നത്. പണ്ഡിറ്റ് തന്റെ ഗ്രന്ഥം വെറുതെ പാരായണം ചെയ്യുന്നത് പോലെ സ്വന്തം ഒന്നും മനസ്സിലാക്കുകയില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഓതുന്ന രീതിയും ഇതായി മാറിയിരിക്കുന്നു. 2 or 4 ജുസു ഓതും, എന്നാൽ ഓതിയത് എന്താണെന്ന് അറിയില്ല. കൂടിയാൽ ഈണത്തിൽ ഓതും, ഖാഫും ഐനും എന്നിവ നല്ല രീതിയിൽ ഉച്ചരിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ഭംഗിയായി ഈണത്തിൽ ഓതുക എന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. ഹദീസിൽ വന്നിട്ടുണ്ട് ഭംഗിയായി ഓതണമെന്ന്. എന്നാൽ അതിന്റെ പാരായണത്തിന്റെ ശരിയായ ലക്ഷ്യം അതിലെ ആത്മജ്ഞാനം കൈവരിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ തന്നിൽ ഒരു മാറ്റമുണ്ടാക്കുക. ഓർക്കുക, വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായ സംശുദ്ധമായ ഒരു തത്വം അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഒരു നിസാമുണ്ട്, അതിനെ ആദരിക്കപ്പെടുന്നില്ല. നിസാമും വിശുദ്ധ ഖുർആന്റെ ക്രമത്തെയും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം പൂർത്തിയാകുകയില്ല. അള്ളാഹുവിന്റെ വചനം പാരായണം ചെയ്യുന്നതിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കുന്നു. പറയുന്നു, ആരാധനയുടെ അടിവേര് ദൈവവചനം പാരായണം ചെയ്യുക എന്നതാണ്. കാരണം പ്രിയതമന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ പ്രേമിക്ക് അത് സ്നേഹം വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നു. സ്നേഹം ഇതിലൂടെ വർദ്ധിക്കുന്നു. ഹൃദയകാഠിന്യത്തിന്റെ ചികിത്സയും വിശുദ്ധ ഖുർആനാണ്. പറയുന്നു, മനുഷ്യൻ വിശുദ്ധ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യേണ്ടതാണ്. ഇതിൽ ദുആയുടെ അവസരം വരുമ്പോൾ ദുആ ചെയ്യുക. ആ ദുആയിൽ ആവശ്യപ്പെട്ടത് തനിക്കും ലഭിക്കണമെന്നായി പ്രാർത്ഥിക്കുക. ശിക്ഷയുടെ സ്ഥാനം വരുമ്പോൾ അതിൽ നിന്നും രക്ഷ തേടുക. ഏതൊരു ദുഷ്പ്രവർത്തനത്താലാണ് ആ സമൂഹം നശിപ്പിക്കപ്പെട്ടത്, അതിൽ നിന്നും രക്ഷപ്പെടാനായി തേടുക. ഹൃദയത്തിൽ കാഠിന്യമുണ്ടെങ്കിൽ അതിനെ മയപ്പെടുത്താനായി വിശുദ്ധ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുക എന്നതാണ്. ദുആ വരുന്ന സ്ഥലത്ത് വിശ്വാസി ആഗ്രഹിക്കുന്നത് ഈ റഹ്മത്ത് എന്റെ കൂടെയും ഉണ്ടാകണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ ഉദാഹരണം ഒരു തോട്ടം പോലെയാണ്. ഒരു സ്ഥലത്ത് എത്തിയാൽ ഒരു തരം പൂവ് എടുക്കുന്നു, മുന്നോട്ട് നീങ്ങിയാൽ മറ്റൊരു പൂവ് എടുക്കും. അതുകൊണ്ട് ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പൂക്കൾ പറിച്ചെടുക്കുക. പറയുന്നു, വിശുദ്ധ ഖുർആന് ശേഷം മറ്റൊരു ഇൽഹാമി ഗ്രന്ഥത്തിന് ആവശ്യമില്ല. ഇത് സമ്പൂർണമായ ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ വന്ന കാലം ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ആവശ്യങ്ങളും ഉള്ള കാലമാണ്. വിശ്വാസപരമായും കർമ്മപരമായും പ്രവർത്തനപരമായും എല്ലാം മോശമായിരുന്നു. എല്ലാ രീതിയിലുമുള്ള അമിതത്വവും അതിമിതത്വവും നടമാടിയിരുന്നു. എല്ലാ രീതിയിലുമുള്ള കുഴപ്പവും അതിന്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അധ്യാപനവും ഉന്നത രീതിയിൽ ഇറങ്ങി പരിപൂർണവും സർവസമ്പൂർണവുമാണ്. ഈ കാരണത്താൽ ഈ ശരീ സർവസമ്പൂർണമായി ഇറക്കപ്പെട്ടു. ആദ്യ ശരീഅത്തുകൾ അപൂർണമായിരുന്നു. കാരണം മുമ്പ് കുഴപ്പങ്ങൾ അതിന്റെ പാരമ്യത്തിൽ എത്തിയിരുന്നില്ല. അവ അകറ്റാണെന്നാണ് ദൈവിക ഗ്രന്ഥങ്ങൾ വരുന്നത്. ദൈവിക ഗ്രന്ഥങ്ങൾ വരുന്നത്
അത് ഇറങ്ങിയപ്പോൾ അന്നുള്ള ദൂഷ്യങ്ങൾ പരിപൂർണതയിൽ എത്തിയിരുന്നില്ല. വിശുദ്ധ ഖുർആന്റെ കാലത്ത് എല്ലാ കുഴപ്പങ്ങളും പരമസീമിതത്തിലുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ വിശുദ്ധ ഖുർആനും മറ്റ് ദൈവിക ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നത് ആദ്യ ഗ്രന്ഥങ്ങൾ എല്ലാ രീതിയിലുമുള്ള കൈകടത്തലുകളിൽ നിന്നും സുരക്ഷിതമായിരുന്നെങ്കിൽ തന്നെയും അതിലെ അധ്യാപനങ്ങൾ അപൂർണമായതുകൊണ്ട് സമ്പൂർണമായ അധ്യാപനം ഉൾക്കൊള്ളുന്ന ഫുർഖാൻ ഇറങ്ങേണ്ടത് തന്നെയായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ പൂർണ്ണമായിരുന്നെങ്കിൽ തന്നെയും ആ കാലഘട്ടത്തിൽ ആവശ്യം വേറെയായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആവശ്യം വേറെയാണ്. വിശുദ്ധ ഖുർആന്റെ അവതരണം എന്തായാലും വേണ്ടിയിരുന്നു പറയുന്നു. എന്നാൽ ഇനി ഖുർആന് ശേഷം ഈ ഒരു ആവശ്യം ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആന് ശേഷം ഒരു വിധത്തിലുള്ള ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല. സമ്പൂർണതയ്ക്ക് ശേഷം ഒരു പൂർണ്ണതയില്ല. ഇനി ഇങ്ങനെ അനുമാനിക്കുകയാണെങ്കിൽ, അതായത് വിശുദ്ധ ഖുർആനെയും വേദത്തെയും ഇഞ്ചീലിനെയും പോലെ ശിർക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയും തൗഹീദിന്റെ അധ്യാപനങ്ങളിൽ മാറ്റവും തിരുത്തലുകളും വരികയും അതോടൊപ്പം തന്നെ ഇങ്ങനെ കൂടി അനുമാനിക്കുകയാണെങ്കിൽ, അതായത് കോടിക്കണക്കിനുള്ള മുസ്ലിങ്ങൾ തൗഹീദിൽ നിലനിൽക്കുന്ന മുസ്ലിങ്ങൾ തൗഹീദിനെ വിട്ട് ശിർക്കിലേക്കും ബഹുദൈവ ആരാധനയിലേക്കും വഴിമാറുകയും ചെയ്യുകയാണെങ്കിൽ അക്കാലത്ത് മറ്റൊരു ശരീഅത്തും റസൂലും വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. എന്നാൽ രണ്ട് രീതിയിലുള്ള സങ്കല്പങ്ങളും അസാധ്യമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. പറയുന്നു, ഓർക്കുക, വിശുദ്ധ ഖുർആൻ യഥാർത്ഥ അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരിടമാണ്, മോക്ഷത്തിന്റെ ശരിയായ മാർഗവുമാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നത് അവരുടെ തെറ്റാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കാത്തവരിൽ ഒരു വിഭാഗം ഇതിൽ വിശ്വാസമേ ഇല്ലാത്തവരാണ്. ദൈവത്തിന്റെ വചനമായി അവർ ഇതിനെ മനസ്സിലാക്കുന്നില്ല. ഇവർ വളരെ വിദൂരമായ വഴികേടിലാണ്. എന്നാൽ ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന് വിശ്വസിക്കുകയും മോക്ഷത്തിന്റെ ഫലപ്രദമായ കുറിപ്പടിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തുമാത്രം അത്ഭുതവും ദുഃഖകരമായ കാര്യമാണ്. അവരിൽ പലരും ജീവിതകാലം മുഴുവനും ഇത് പാരായണം ചെയ്യുക പോലും ചെയ്യാത്തവരാണ്. അള്ളാഹുവിന്റെ വചനത്തോട് ഇത്രമാത്രം അശ്രദ്ധരായി കഴിയുന്ന ആളുകളുടെ ഉദാഹരണം ഇപ്രകാരം വിവരിക്കാവുന്നതാണ്. ഒരാൾക്ക് ഒരു ഉറവിടത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. അത് ശുദ്ധവും അതിലെ ജലം പാനം ചെയ്യാൻ പറ്റിയതുമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല അതിലെ ജലം പല രോഗങ്ങൾക്കും ശമനൌഷധമാണെന്നും അദ്ദേഹത്തിന് ശരിക്കും ബോധ്യമുണ്ട്. ഈ ദൃഢജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അതോടൊപ്പം ദാഹിച്ചവശനായിട്ടും വിവിധങ്ങളായ രോഗത്തിനടിമയായിട്ടും ഈ ഉറവിടത്തിനടുത്തേക്ക് അദ്ദേഹം പോകുന്നില്ലെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യവും വിഡ്ഢിത്തവുമാണെന്നല്ലാതെ മറ്റെന്ത് പറയാം. ആ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് ആ നീരുറവയിൽ നിന്ന് പാനം ചെയ്യുകയും വേണ്ടുവോളം വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുകയും തന്റെ രോഗത്തെ ശമിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ എല്ലാം ശരിക്കും അറിഞ്ഞിട്ടുപോലും അറിയാത്ത ഒരുവനെ പോലെ അവൻ അതിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അവന്റെ മരണം വന്ന് അവനെ അവസാനിപ്പിക്കുന്നത് വരെ അവൻ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതം ദുഃഖകരവും മറ്റുള്ളവർക്ക് ഗുണപാഠം നൽകുന്നതുമാണ്. മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഇതേ രീതിയിലാണ്. എല്ലാ വിജയങ്ങളുടെയും പുരോഗതിയുടെയും കുഞ്ചിക ഈ വിശുദ്ധ ഖുർആനാണെന്ന് അവർക്കറിയാം. അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അറിയാം. എന്നാൽ അവർ അതിന് വില കൽപ്പിക്കുക പോലും ചെയ്യുന്നില്ല. ഒരാൾ വളരെ ആത്മാർത്ഥതയോടുകൂടി, ആത്മാർത്ഥത മാത്രമല്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കള്ളനെന്നും കറ്റുകെട്ടുകാരനെന്നും പറയുന്നു. ഇതിനേക്കാളും വലിയ ഘട്ടം ഈ സമൂഹത്തിന് എന്താണ് വരാനുള്ളത്? മുസ്ലിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഈ ഉറവിടത്തെ അമൂല്യമായ നിധിയായി മനസ്സിലാക്കുക, ഇതിനെ വിലമതിക്കുക. ഇതിനെ വിലമതിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എപ്രകാരം അകറ്റുന്നു എന്നവർ കാണാൻ സാധിക്കും. മുസ്ലിങ്ങൾ കാര്യം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അള്ളാഹു അവർക്കായി ശരിയായ മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതനുസരിച്ച് അവർക്ക് ഫലമെടുക്കാൻ സാധിക്കുമായേനെ. പറയുന്നു, മുസ്ലിങ്ങളെ അധികവും ഖുർആനെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നിട്ടും വിശുദ്ധ ഖുർആന്റെ പ്രകാശവും സ്വാധീനവും എപ്പോഴും സജീവമാണ്. ഞാൻ ഇതിന് തെളിവ് നൽകാനായാണ് ഇപ്പോൾ അയക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു തആല തന്റെ ദാസരെ അതിനെ സഹായിക്കാനായി അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തെ കുറിച്ചുള്ള വാഗ്ദാനം അള്ളാഹു നൽകുന്നത് തൗറാത്തിനെ കുറിച്ചോ ഇഞ്ചിലിനെ കുറിച്ചോ ഇല്ല.
കാരണം ഈ ഗ്രന്ഥങ്ങളിൽ മനുഷ്യൻ കൈകടത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിനുള്ള മാർഗം, അതിന്റെ സ്വാധീനത്തിന്റെ ഫലം എപ്പോഴും പുതിയ രീതിയിൽ പ്രകടമായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. യഹൂദികൾ തൗറാത്തിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയുണ്ടായി. അതുകൊണ്ട് അവരിൽ ഒരു സ്വാധീനവും നിലനിൽക്കുന്നില്ല. അത് അവരുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ വേദനയോടുകൂടി ഉപദേശിക്കുന്നു, പറയുന്നു, നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ്: പിൻപുറം തള്ളിക്കളഞ്ഞ ഒരു ഗ്രന്ഥത്തെ പോലെ നിങ്ങൾ വിശുദ്ധ ഖുർആനെ തള്ളിക്കളയരുത്. കാരണം നിങ്ങളുടെ ജീവിതം അതിലാണ് നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആന് ബഹുമാനം നൽകുന്നവർ ആകാശത്തിൽ ബഹുമാനിക്കപ്പെടും. എല്ലാ ഹദീസുകളെക്കാളും എല്ലാ വാക്കുകളെക്കാളും വിശുദ്ധ ഖുർആനെ മുന്തിക്കുന്നവർ ആകാശത്തിൽ മുന്തിക്കപ്പെടും. മനുഷ്യകുലത്തിന് ഭൂലോകത്ത് വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥമില്ല. ആദം സന്തതികൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയല്ലാതെ ഒരു റസൂലോ ശുപാർശകനോ ഇല്ല. ഈ ചില ഉദ്ധരണികളാണ് വിശുദ്ധ ഖുർആന്റെ പ്രാധാന്യവും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ അതിലേക്ക് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളിൽ ഓരോരുത്തരും ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ റമളാനിൽ ഈ സുപ്രധാന ഖജനാവിൽ നിന്നും ഫലമെടുക്കുന്നവരായി നാം മാറണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ പഠിക്കുക, ഇതിൽ ചിന്തിക്കുക. മറന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചിലത് കാണാതെ പഠിച്ചിട്ടുണ്ടാകും, അത് മറന്നുപോയിട്ടുണ്ടാകും. അത് വീണ്ടും ആവർത്തിച്ച് മനഃപ്പാഠമാക്കുക. ഏതെല്ലാം കൽപ്പനകൾ നമുക്ക് അറിയാത്തതുണ്ടോ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം 2 ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ജനാസ ഹാദിറാണ്. കലീം മുഹമ്മദ് വസീം സാഹിബാണ്. MTA ജോലിക്കാരനാണ്. ജൂലൈ 6 ഹൃദയാഘാതത്താൽ 54-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹാജി മുഹമ്മദ്ദീൻ സാഹിബ് ദർവേഷ് കാദിയാന്റെ പേരക്കുട്ടിയാണ്. സയ്യിദ് സാദിഖ് അലി സാഹിബ് സഹാറൻപൂരിയുടെ മകളുടെ മകനാണ്. മുബാറക് സാഹിബ് ഇവിടെ മുബല്ലിഗായി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകനുമായിരുന്നു. കലീം സാഹിബ് ചെറുപ്പത്തിൽ തന്നെ ജമാഅത്തി പ്രവർത്തനത്തിൽ നിമഗ്നനായിരുന്നു. കറാച്ചിയിലായപ്പോഴും ജില്ലാ ലോക്കൽ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരുന്നു. അബുദാബിയിലെ നായിബ് സദർ ജമാഅത്തായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1989 UK ഷിഫ്റ്റ് ആയി. ഇവിടെ ഖായിദ് മജ്ലിസ് ലണ്ടൻ റീജിയനായി ജോലി ചെയ്തു. ഷുബ മാലിൽ പ്രവർത്തിച്ചു. ഖിദമത്തെ ഖൽക്കിൽ ജൽസ സാലാന ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചു. 1993 MTA തുടങ്ങി. അന്നു മുതൽ, അതായത് തുടക്കത്തിലുള്ള ജോലിക്കാരിൽപ്പെട്ട ആളാണ്. MTA പ്രവർത്തകരിൽപ്പെട്ട ആളാണ്. മെയിന്റനൻസ് ടെക്നിക്കൽ വകുപ്പിൽ പ്രവർത്തിച്ചു. മറ്റു വകുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാന ശ്വാസം വരെ MTA വേണ്ടി പ്രവർത്തിച്ചു. അവിടെ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഇൻചാർജ് ആയിരുന്നു ഇദ്ദേഹം. MTA ആദ്യകാല ന്യൂസ് കാസ്റ്റർ പ്രസന്റർ ആയിരുന്നു. ഖിലാഫത്തിനോട് വലിയ സ്നേഹബന്ധമായിരുന്നു. വിശ്വസ്തയോടെ പ്രവർത്തിച്ചിരുന്നു. സ്റ്റാഫിനോട് വളരെ സ്നേഹത്തിൽ വർത്തിച്ചു. അവരെ ആദരിച്ചിരുന്നു. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഭാര്യ സാറ വസീം സാഹിബ, ഒരു മകളും 2 ആൺകുട്ടികളുമാണുള്ളത്. ഉമ്മ പറയുന്നു, മാതാപിതാക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്നു, സേവനം ചെയ്തിരുന്നു, സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിച്ചിരുന്നു. ഭാര്യ പറയുന്നു, എന്റെ ഭർത്താവ് എപ്പോഴും ദീനി സേവനത്തിൽ വളരെ തൽപരനായിട്ടാണ് കണ്ടത്. അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്യാൻ എപ്പോഴും തയ്യാറായിരുന്നു. ഖിലാഫത്തിൽ നിന്നും ഏത് ജോലി ഏൽപ്പിച്ചാലും വളരെ ആവേശത്തോടെ അത് ചെയ്തു തീർക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ഇംഗിതത്തിൽ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകുമായിരുന്നു. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇത് പ്രവർത്തിക്കുക, ദ്വാ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അതിഥി സൽക്കാരം അദ്ദേഹത്തിന്റെ പ്രത്യേക ഗുണമായിരുന്നു. വീട്ടിൽ വരുന്ന അതിഥികളെ സ്വയം അവരെ സേവിച്ചിരുന്നു. സഹോദരി എഴുതുന്നു, കൃത്രിമത്വം ഇല്ലായിരുന്നു.
അദ്ദേഹത്തിന്റെ ഒരു ഗുണം ഹസ്രത്ത് മസീം അലി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകം വായിക്കുന്നത് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ആഷിം ഷഹസാദ് സാഹിബ് പറയുന്നു, 11 വർഷം കലീം സാഹിബിനോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. MTA-യിൽ നല്ല മുഖ്ലിസും ഖിലാഫത്തിനോട് ആത്മാർത്ഥതയുള്ള ആളുമായിരുന്നു. സീനിയർ ആയിരുന്നു. എന്നാൽ ജൂനിയർമാരോട് ഞാൻ സീനിയറാണെന്ന രീതിയിൽ പെരുമാറിയിട്ടില്ല. വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ നവാഗതരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ MTA കോംപ്ലക്സിൽ ബൈത്തുൽ ഫുതൂഹിൽ അദ്ദേഹം വൃത്തിയാക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സ്വയം വൃത്തിയാക്കുന്നത്? മറ്റുള്ളവരോട് ചെയ്യിപ്പിച്ചുകൂടെ? വളരെ അഭിമാനത്തോടുകൂടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കോംപ്ലക്സ് ഉദ്ഘാടനം നടത്തുമ്പോൾ അപ്പോൾ ഉസൂർ ജോലിക്കാരെ ഉപദേശിച്ചപ്പോൾ അതിൽ വൃത്തിയുടെ കാര്യവും ഉസൂർ തിരുമനസ് ഉപദേശിച്ചിരുന്നു. അപ്പോൾ ഉസൂർ എന്നെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഞാൻ അപ്പോൾ മനസ്സിലാക്കി, ഈ കൽപ്പനയുടെ പ്രഥമ സംബോധിത ഞാനാണ്, അതുകൊണ്ട് ഞാൻ സ്വയം കൈകൊണ്ട് ഇത് വൃത്തിയാക്കുന്നു. ഒരിക്കൽ പഴയ MTA ക്ലിപ്സ് കാണുകയായിരുന്നു. അതിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖലീഫമാരുടെയും ഉദ്ധരണികൾ സ്ലൈഡ്സ് ആക്കി വെച്ചിരുന്നു. അതിന്റെ ഉള്ളടക്കം MTA ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്, അതിനെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന്. ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, കലീം, നീ എത്രമാത്രം ഭാഗ്യവാനാണ്. അള്ളാഹു നിനക്കും ഇതിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവധി എടുക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. ഒരിക്കൽ അവധിക്ക് അപേക്ഷ നൽകി. അത്താൽ മുജീബ് റാഷിദ് സാഹിബ് പറഞ്ഞു, ജോലി കുറെ ഉണ്ടല്ലോ, താങ്കൾ അവധി എടുക്കാതിരുന്നാലും. അപ്പോൾ ഉടനെ ആ അപേക്ഷ തിരിച്ചു വാങ്ങി അത് കീറിക്കളഞ്ഞു. അത്താർ മുജീബ് സാഹിബും എനിക്ക് എഴുതിയിട്ടുണ്ട്, വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം എന്റെ അപേക്ഷ സ്വീകരിച്ചത്. അതായത് ദേഷ്യം പിടിച്ചല്ല കീറിയത്. ഇമാം സാഹിബ് മറ്റൊന്ന് എഴുതുന്നു, മാഷാ അല്ലാഹ്, വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ആളായിരുന്നു. ജമാഅത്തി പ്രവർത്തനത്തിന് എപ്പോഴും മുൻതൂക്കം നൽകിയിരുന്നു. തന്റെ ഫീൽഡിൽ നല്ല നിപുണനായിരുന്നു. നല്ല താല്പര്യത്തോടെ ചെയ്തിരുന്നു. ഖാലിദ് സാഹിബ് എഴുതുന്നു, റബീൽ സാഹിബിന്റെ കാലത്ത് വിവിധ സമയത്താണ് അദ്ദേഹം വരാറുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും രാവോ പകലോ നോക്കാതെ നിങ്ങൾ വന്നോളൂ, നേരത്തെ പറഞ്ഞാൽ മതി, ഞാൻ ഏർപ്പാട് ചെയ്തു കൊള്ളാം. എപ്പോഴും സേവനത്തിനായി തയ്യാറായിരുന്നു. ഞാനും കണ്ടിട്ടുള്ളൊരു കാര്യം, എന്റെ അടുത്ത മുലാഖാത്തിന് വേണ്ടി കുടുംബം സമേതം വരുമ്പോൾ കുട്ടികളെ മുമ്പിൽ ഇരുത്തും, എന്നിട്ട് പിന്നിൽ ഇരിക്കുമായിരുന്നു അദ്ദേഹം. ഒരു പക്ഷേ കുട്ടികൾ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. അദ്ദേഹത്തിന് ഖിലാഫത്തിനുള്ള ബന്ധം കുട്ടികളിലും ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കട്ടെ. കുട്ടികൾക്കും ഖിലാഫത്തുമായുള്ള ബന്ധം നിലനിൽക്കട്ടെ. മാതാപിതാക്കൾ ഇരുവരും മാഷാ അല്ലാഹ് കുട്ടികൾ നല്ല രീതിയിൽ തർബിയത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു കുട്ടികളെ ജമാഅത്തിന്റെ ഗുണപ്രദമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റട്ടെ. ഇവരുടെ സംരക്ഷകനായട്ടെ. ഇവർക്ക് സ്ഥിരചിത്ത നൽകുമാറാകട്ടെ. ഭാര്യക്കും മാതാവിനും സംരക്ഷണം നൽകട്ടെ, ക്ഷമ നൽകട്ടെ. രണ്ടാമത്തെ ജനാസ അൽഹാജ് അഹ്സൻ സഖി ബഷീറുദ്ദീൻ സാഹിബ് അമേരിക്കയുടേതാണ്. ജനാസ ഗായിബാണ്. ആദ്യത്തെ ജനാസ ഹാദിറാണ്. 22 ജൂൺ 2014 വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്യാൻസർ ആയിരുന്നു കുറച്ചു കാലമായി. എന്നാൽ ഒരു നീരസവും തന്റെ മുഖത്ത് പ്രകടമാക്കിയിരുന്നില്ല. ക്ഷമയോടും ധൈര്യത്തോടും കൂടി ലോകത്തെ നേരിട്ടു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ 1929 മെയ് 26 ജനിച്ചത്. മതത്തോട് ചെറുപ്പത്തിൽ തന്നെ താല്പര്യമായിരുന്നു. യുവത്വത്തിൽ സ്വയം വായിച്ച് പഠിച്ച് ജമാഅത്തിനെ കുറിച്ച് പഠിച്ചു. 19-20 വയസ്സിൽ ജമാഅത്തിൽ പ്രവേശിച്ചു.
അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമായിരുന്നു, ദൃഢവിശ്വാസമായിരുന്നു, ക്ഷമാശീലമുള്ള നന്ദിയുള്ള വിശ്വാസിയായിരുന്നു. ജമാഅത്തിലെ പല പ്രമുഖ വ്യക്തികളുമായി മുലാഖാത്ത് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബുമായി 1940 മുലാഖാത്ത് നടത്തി. 1979 ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലയുമായി മുലാഖാത്ത് നടത്തി. പറയാറുണ്ടായിരുന്നു, അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് സാലിസിനെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു പ്രകാശ വലയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ലോക്കൽ സദർ, സെക്രട്ടറി തബ്ലീഗ്, സഈം അൻസാറുള്ള എന്ന രീതിയിലെല്ലാം സേവനം ചെയ്തിട്ടുണ്ട്. സിയാറ്റിലെ ഒരു പോർട്ടിലാണ് പ്രവർത്തിച്ചിരുന്നത്. 2-3 മാസം വീട്ടിൽ നിന്നും അകന്ന് കഴിയേണ്ടി വന്നിരുന്നു. നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു ഇത്. ഒരിക്കൽ ജൽസ വന്നു. ജോലി ഉപേക്ഷിച്ച് ജൽസയിൽ പങ്കെടുക്കാനായി അദ്ദേഹം വരികയുണ്ടായി. എപ്പോഴും ജമാഅത്തി പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. ജമാഅത്തി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ വണ്ടി സ്പീഡിൽ ഓടിച്ചു. ഓവർ സ്പീഡായിരുന്നു. പോലീസ് പിടിച്ചു. തൊപ്പി ധരിച്ചിരുന്നു. പോലീസ് ചോദിച്ചു, ചർച്ച് പോവുകയാണോ, അതായത് പള്ളിയിൽ പോവുകയാണോ? അത് മുസ്ലിങ്ങളുടെ ആ രൂപമായിരുന്നു അദ്ദേഹത്തിന്റേത്. അദ്ദേഹം പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. പോലീസ് ഓഫീസർ നല്ല ആളായിരുന്നു. പറഞ്ഞു, ഞാൻ പിഴ ഇടേണ്ട അത്രയും പൈസ പോയി പള്ളിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പള്ളിയിൽ എത്തിയ ഉടനെ $85 പള്ളിയിൽ കൊടുക്കുകയുണ്ടായി. വളരെ വിശ്വസ്തനായിക്കൊണ്ട് സിയാറ്റിൽ പള്ളി നിർമ്മാണത്തിൽ ആ കാലത്ത് ഏറ്റവും കൂടുതൽ പണം നൽകിയത് ഇദ്ദേഹമാണ്. 1970 കാര്യമാണിത്. പുതിയൊരു വണ്ടി ആ സംഖ്യക്ക് അന്ന് വാങ്ങാമായിരുന്നു. തബ്ലീഗ് നല്ല താല്പര്യമുണ്ടായിരുന്നു. തന്റെ വണ്ടിയിൽ ഫോൾഡിംഗ് ടേബിൾ, പുസ്തകങ്ങൾ, നോട്ടീസ് എന്നിവ എപ്പോഴും വെക്കും. എവിടെ പോയാലും അവിടെ സ്റ്റാളിടും, നോട്ടീസ് വിതരണം ചെയ്യും, തബ്ലീഗ് ചെയ്യും. സിയാറ്റലിലെ പബ്ലിക് ലൈബ്രറിയിൽ ജമാഅത്തിന്റെ പുസ്തകങ്ങൾ അദ്ദേഹം വെപ്പിച്ചിട്ടുണ്ട്. അവസാന നിമിഷം വരെ ജമാഅത്തിന്റെ പുരോഗതിയായിരുന്നു ചിന്തയുണ്ടായിരുന്നത്. ജമാഅത്തിനോട് നല്ല സ്നേഹമായിരുന്നു, ഖിലാഫത്തിനോട് സ്നേഹമായിരുന്നു. ജമാഅത്തിനായി സേവനം ചെയ്യാൻ എപ്പോഴും ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭാര്യയും 4 മക്കളുമുണ്ട്. അള്ളാഹു ഇവരുടെ പദവി ഉയർത്തട്ടെ. മക്കൾക്കും നന്മയിൽ നിലനിൽക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.